ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ബീച്ചിൽ പോകുന്നൊരു വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ പൊന്നാനി ബീച്ചിലോട്ടേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നേരെ എന്നാൽ ബീച്ചിൽ പോകുമെന്ന് കരുതിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഹാർബറിലോട്ടേക്കാണ് ഫസ്റ്റ് വന്നത്. അവിടെ ഹാർബറിൽ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ ബോട്ടുകളിൽ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ബോട്ടുകൾ വരിക കോരിടുക. അതുപോലെ തന്നെ അവിടെ ലേലം വിളിയായിരുന്നു മൊത്തം. ഇങ്ങനെ മീനുകൾ കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഓരോരുത്തർ വന്ന് ലേലം വിളിച്ചിട്ട് മീൻ വിൽക്കും. എത്ര പെട്ടെന്ന് അറിയാം മീൻ വിൽക്കലൊക്കെ കഴിയുന്നത്. പിന്നെ ഇത് ഇപ്പോൾ ഞാൻ കാണിച്ചത് കുഞ്ഞു കുഞ്ഞു ബോട്ടാണ്. അതുപോലെ തന്നെ അതല്ലാതെ വലിയ ബോട്ടില്ലേ, മീൻ പിടിക്കാൻ പോണേ, കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ബോട്ടില്ലേ, വലിയ ബോട്ട്, ഇതെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ബോട്ടും ഉണ്ട്. അത് ഈ ഹാർബറിലോട്ടേക്ക് കയറി വരുന്ന ഭാഗത്താണ്. എന്ന് വെച്ചാൽ നമ്മൾ ബീച്ചിൽ നിന്ന് ഹാർബറിലോട്ടേക്ക് വരുന്നതല്ല, നമ്മൾ ഡയറക്റ്റ് ഹാർബറിലോട്ടേക്ക് ഫസ്റ്റ് വരുമ്പോൾ കാണുന്നതാണ്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ മുകളിൽ മൊത്തം പരുന്നുകളാണ്, കാരണം മീനൊക്കെ കുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾ ബോട്ട് കാത്തിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. 4 മണിക്കായിരുന്നു ബോട്ട് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ നമ്മൾ ബോട്ട് കാത്തിക്കുന്ന സമയത്ത് കണ്ടോ, ആ സ്ഥലത്ത് കണ്ടോ കുറേ ഇങ്ങനെ ഞണ്ടാളുണ്ട്. ഇങ്ങനെ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ഞണ്ടാൾ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. പിന്നെ ബോട്ട് കയറിയിട്ട് നമ്മൾ പോയി. കുറച്ച് ഒരു 10-15 മിനിറ്റ് ഉണ്ട് നമ്മുടെ കടലിലോട്ടേക്ക്. 10-15 മിനിറ്റ് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഞാനിരുന്ന ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയായിരുന്നു. കാരണം അഥവാ ഫോൺ എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയാലോ ചെയ്തിട്ട്. എന്നാലും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു. പിന്നെ ഞാനിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഇതിനെക്കാട്ടും കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള വ്യൂ ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഞാൻ ഇന്ന സ്ഥലത്ത് അധികം ഭംഗിയുള്ള സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വരുമ്പോഴും ഞാൻ വീഡിയോ എടുക്കണം കരുതി, അതും തുറന്നില്ല. അങ്ങോട്ട് തിരിച്ചും ബോട്ടിലാണല്ലോ വരിക, അപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ബോട്ടിൽ നിന്ന് ഞാൻ കണ്ടു ഒരു അടിപൊളി സ്ഥലം, അത് ഈ സ്ഥലം കേട്ടോ. ബോട്ടിൽ നിന്നിട്ട് ഈ സ്ഥലം കാണാൻ എന്ത് ഭംഗി അറിയോ, ഇങ്ങനെ കൂടി നിൽക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കടലിലോട്ടേക്കൊക്കെ ഇറങ്ങി. അവിടേക്ക് കുറേ നടന്ന് കളിച്ച് കടലിലൊക്കെ കളിച്ച്. അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം വീഡിയോ എടുക്കണമെന്ന് ഞാൻ തന്നെയാണ്. പിന്നെ എനിക്ക് ചിപ്പൊക്കെ കിട്ടി. ഞാൻ കടലിൽ നിന്ന് കുറേ ചിപ്പ് പെറുക്കി. പിന്നെ എൻ്റെ ഒരു വീഡിയോ ഏറെയുണ്ട്, വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. പാർക്ക് പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. അവിടെ കുറേ വാട്ടർ റൈഡ്സോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും കയറിയില്ല. ഞങ്ങൾ കളിച്ചു. എന്നിട്ട് അവർ ഊഞ്ഞാലിലാട്ടി. കാരണം ഊഞ്ഞാലിലാട്ടി. പിന്നെ എൻ്റെ അടിപൊളി ഊഞ്ഞാലാട്ടമായതുകൊണ്ട് പതുക്കെ ആടിയിരുന്നത്. ഞാൻ ആടിയിട്ടുണ്ട്, എനിക്ക് ഊഞ്ഞാലാണ് പേടിയാണ്. പിന്നെ ഞങ്ങൾ കർമ്മ റോട്ടിൽ കൂടെയൊക്കെ പോയിട്ട് ദഹിച്ച് വീട്ടിലോട്ടേക്ക് വന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് ബൈ.